നമസ്കാരം. വിഴിഞ്ഞം പദ്ധതിയുടെ യാഥാർത്ഥ്യവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളിലേക്ക് പോകുമ്പോൾ വിഴിഞ്ഞം പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ മറന്നുകൊണ്ട് പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് നമ്മൾ പലപ്പോഴും മുന്നോട്ട് വയ്ക്കാറുള്ളത്. ഇവിടെ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പ്, ആ മദർഷിപ്പ് എത്തുമ്പോൾ അതായത് സാൻ ഫെർണാണ്ടോയിൽ ഔദ്യോഗിക സ്വീകരണം നൽകുന്ന ചടങ്ങിൽ UDF-നെ ക്ഷണിക്കാത്ത സർക്കാർ നടപടി അത് വിമർശനാത്മകം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. VD സതീശനൊക്കെ അതിനെതിരെ ശക്തമായി വാദിക്കുന്നുണ്ട്. UDF-ൻ്റെ കുഞ്ഞാണ് വിഴിഞ്ഞം. ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയുടെ നിശ്ചയദാർഢ്യമാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്നൊക്കെ, അല്ലെങ്കിൽ ആ പദ്ധതിയുടെ ക്രെഡിറ്റ് നഷ്ടപ്പെടുമെന്ന് കരുതിയാണ് പ്രതിപക്ഷത്തെ ചടങ്ങിൽ ക്ഷണിക്കാത്തതെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതി 6000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതി എന്ന് പറഞ്ഞു നടന്ന ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് ഉദ്ഘാടകനാകുന്നത്. ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇത് ആരുടെ പദ്ധതിയാണ്. ചടങ്ങിൽ പ്രതിപക്ഷത്തെ ഒഴിവാക്കിയത് സർക്കാരിൻ്റെ ഔചിത്യമാണ് എന്ന് സതീശൻ വ്യക്തമാക്കുകയും ചെയ്തു. തുറമുഖത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നാണ് എന്നാൽ KPCC പ്രസിഡന്റായിട്ടുള്ള K. സുധാകരൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവകാശപ്പെട്ടിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായത് എന്ന് KPCC പറയുന്നു. എന്നാൽ പിണറായി സർക്കാർ അത് തമസ്കരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി പ്രവർത്തിച്ച UDF നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഒഴിവാക്കി ഒരു അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ്. ഇത് മാന്യതയില്ലാത്ത നടപടിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു സ്വജനമര്യാദ വേണ്ടേ? പ്രതിപക്ഷ ബഹുമാനം വേണ്ടേ? പദ്ധതിയുടെ അന്തകനാകാൻ ശ്രമിച്ച പിണറായി വിജയൻ ഇന്ന് അതിൻ്റെ പിതൃത്വാവകാശം ഏറ്റെടുക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾ അപഹാസ്യം തന്നെയാണ്. അത് ഏത് പ്രതിപക്ഷം പറഞ്ഞാലും ഇത്തരത്തിലെ പരിവേദനങ്ങൾ നേതാക്കന്മാർ പറയുമ്പോഴും ചിലത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നുണ്ട് കേട്ടോ. MVR-നെ അറിയുമോ? മറക്കാൻ വഴിയില്ല, ഒരു മലയാളിയും, MV രാഘവൻ എന്ന MVR. വിഴിഞ്ഞം തുറമുഖം LDF-ൻ്റെയും പ്രത്യേകിച്ച് CPM-ൻ്റെയും വികസന നേട്ടമായി അവകാശവാദങ്ങൾ പരക്കെ പ്രചരിക്കുമ്പോൾ തുറമുഖ മന്ത്രിയായിരുന്ന MV രാഘവൻ്റെ ആത്മകഥയിലെ പരാമർശങ്ങൾ നമ്മൾ നോക്കാതെ പോകരുത്, ചർച്ചയാക്കേണ്ടതാണ്. തന്നോടുള്ള എതിർപ്പും വിരോധവും വിഴിഞ്ഞം തുറമുഖത്തോടുള്ള CPM-ൻ്റെ സമീപനത്തിൽ പ്രകടമായിരുന്നു എന്ന് MVR-ൻ്റെ ആത്മകഥയിൽ പറയുന്നു. 95 ഒക്ടോബറിൽ ഹൈദരാബാദിലെ കുമാർ ഗ്രൂപ്പുമായി സംസ്ഥാന സർക്കാർ കരാർ ഒപ്പിട്ടതിന് പിന്നാലെ അതിരൂക്ഷമായ ആരോപണങ്ങളാണ് CPM-ഉം ദേശാഭിമാനിയും ഉന്നയിച്ചത് എന്ന് ഈ ജന്മം എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ, MVR-ൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തുന്നു. AK ആന്റണി സർക്കാർ വിഴിഞ്ഞത്തിനായി നടത്തിയ ശ്രമങ്ങളെ CPM എതിർത്തത് തുറമുഖ മന്ത്രിയായിരുന്ന MVR-നെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര തുറമുഖം പ്രാവർത്തികമാക്കുവാനുള്ള പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു ആ സമയം. CPM-ൻ്റെ വികസന വിരുദ്ധ നയം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും പ്രകടമായി കണ്ട കാലഘട്ടമായിരുന്നു അത്. വിഴിഞ്ഞത്ത് 2000 കോടി രൂപ ചിലവിട്ട് നടത്തുന്ന തുറമുഖ വികസനത്തിന് CPM എതിര് നിൽക്കുകയായിരുന്നു അന്ന്. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് 2 ധാരണാപത്രങ്ങളാണ് വകുപ്പ് മന്ത്രിയായിരുന്ന MV രാഘവനും ചീഫ് സെക്രട്ടറി ആയിരുന്ന R. രാമചന്ദ്രൻ നായരുടെയും സാന്നിധ്യത്തിൽ 1995 ഒക്ടോബർ മാസം 11-ന് തുറമുഖ സെക്രട്ടറി C. ചന്ദ്രൻകുമാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കുമാർ കമ്പനീസിൽ SK അഗർവാളുമായിട്ട് ഒപ്പുവെച്ചത്. എന്നാൽ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം 100 വർഷമെങ്കിലും തുറമുഖം സ്വകാര്യ കമ്പനിയുടെ അധീനതയിലാകുമെന്നാണ് CPM മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി അന്ന് ഇവിടെ പ്രചരിപ്പിച്ചത്. BOT കരാർ ഒപ്പിടുമ്പോൾ മാത്രം ഉണ്ടാകേണ്ട ഇത്തരം വ്യവസ്ഥകൾ ധാരണാപത്രത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ പദ്ധതിക്കെതിരെ തിരിക്കുവാനുള്ള ശ്രമം അന്നേ നടത്തിയിരുന്നു എന്ന് MVR തൻ്റെ ആത്മകഥയിലിരുന്നു. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ സംശയാസ്പദമാണെന്ന് കമ്പനി മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ നിരുപാധികം അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ കരാറിൽ ഒപ്പുവെച്ചത് എന്നൊക്കെയായിരുന്നു ദേശാഭിമാനിയുടെ പ്രധാന ആക്ഷേപം. 1995 ഒക്ടോബർ 15-ന് വിഴിഞ്ഞം തുറമുഖം സ്വകാര്യ മേഖലയ്ക്ക് എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരുന്നതും അങ്ങനെ തന്നെയാണ്. തുറമുഖ വികസനത്തിന് എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം 100 വർഷത്തേക്കെങ്കിലും തുറമുഖം സ്വകാര്യ കമ്പനിയുടെ അധീനതയിലാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്നുള്ള വാദമാണ് ദേശാഭിമാനി അച്ചുനിരത്തിയത്. സംസ്ഥാന സർക്കാരിൻ്റെയും സ്വകാര്യ മേഖലയുടെയും കൂട്ടുപങ്കാളിത്തത്തോടെ തുറമുഖത്തിൻ്റെ വികസനത്തിന് സമഗ്ര പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാമെന്ന പ്രഖ്യാപനത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള വ്യവസ്ഥകളടങ്ങിയ ധാരണാപത്രമാണ് തുറമുഖ വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന സഹകരണ മന്ത്രി MV രാഘവൻ്റെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ചത് എന്ന് പറഞ്ഞു പരത്തി ദേശാഭിമാനി. 2001-ൽ ആന്റണി മന്ത്രിസഭയിൽ തുറമുഖ മന്ത്രിയായി വീണ്ടും വന്നപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ വികസനത്തിനായി വീണ്ടും അദ്ദേഹം ഏറ്റെടുത്ത നടപടികളെക്കുറിച്ചും നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചും MVR ആത്മകഥയിൽ വിവരിക്കുന്നുമുണ്ട്. UDF സർക്കാർ 2001-ൽ അധികാരത്തിൽ തിരിച്ചു വന്നപ്പോൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എങ്ങുമെത്താതെ കിടക്കുകയായിരുന്നു. 5 വർഷം ഒന്നും നടപ്പാക്കിയില്ല. കുമാർ ഏജൻസീസുമായി LDF സർക്കാർ BOT കരാർ ഒപ്പുവെച്ചിരുന്നുവെങ്കിലും രൂപരേഖയോ മാസ്റ്റർ പ്ലാനോ ഒന്നുമില്ലായിരുന്നു എന്നുള്ളതാണ്. LDF സർക്കാരിൻ്റെ വിഴിഞ്ഞം പദ്ധതി പ്രവർത്തനം കരാർ ഒപ്പുവെക്കലിൽ അതോടുകൂടി ഒതുങ്ങി എന്നുള്ളതാണ്. ഇങ്ങനെയാണ് MVR അതിനെക്കുറിച്ച് പരിഹസിക്കുന്നത് ആത്മകഥയിൽ. LDF സർക്കാരുമായി കരാർ ഒപ്പിട്ട കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക സാമ്പത്തിക ശേഷിയില്ല എന്ന് കണ്ടെത്തിയതിനാൽ 2002-ൽ
കരാർ റദ്ദാക്കിയെന്നും MVR അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 2015 ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിഴിഞ്ഞം പദ്ധതിക്ക് തറക്കല്ലിട്ടപ്പോൾ CPM-ഉം ദേശാഭിമാനിയും 5000 കോടിയുടെ കടൽക്കൊള്ള ആരോപണം ഉന്നയിക്കുന്നു. പിന്നീട് LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഇതെല്ലാം തള്ളി പദ്ധതിക്ക് പച്ചക്കൊടി കാണിക്കുന്നു. ഇതിന് സമാനമായിരുന്നു MV രാഘവൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആ പദ്ധതിക്കെതിരെ അഴിച്ചുവിട്ട പ്രചാരണം എന്നുള്ളത് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഏത് പദ്ധതിയെയും ഇങ്ങനെ ആദ്യത്തിൽ തന്നെ അതിന് ഏത് വിധേനയും ഇല്ലാതാക്കുവാൻ, നടപ്പിലാക്കാതിരിക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തിയ ഒരു പാർട്ടിയായിരുന്നു ഈ CPM എന്ന് പറയപ്പെടുന്നത്. ആ പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ പോലും നടത്തേണ്ട വികസന പദ്ധതികളെ നടപ്പിലാക്കാതെ തള്ളിക്കളഞ്ഞ ഇത്തരത്തിലൊരു വൃത്തികെട്ട സർക്കാരുണ്ടോ എന്ന് ചിന്തിക്കേണ്ടി വരും. വിഴിഞ്ഞം തുറമുഖം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ എത്ര കാലങ്ങൾ വേണ്ടി വന്നു എന്നുള്ളതാണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖമായി മാറുന്നതിന് പിന്നിൽ ചിലപ്പോൾ ഇത്രത്തോളം വലിയൊരു തുറമുഖം ഇന്ത്യയിൽ തന്നെ ആദ്യമായിരിക്കുമെന്ന് പറയേണ്ടി വരുന്നു. വികസന നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ആയിരക്കണക്കിന് തൊഴിൽ സാധ്യതകൾ ഉണ്ടാകാൻ പോകുന്നു. വിഴിഞ്ഞവും തിരുവനന്തപുരവും വികസന കുതിപ്പിലേക്ക് ഉയരാൻ പോകുന്നു. എല്ലാ കണ്ണുകളും, ലോകത്തിൻ്റെ എല്ലാ കണ്ണുകളും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് എത്തുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ എത്രമാത്രം വ്യവസായ വാണിജ്യ മേഖലയിലെ പുരോഗതിയാണ് ഈ വിഴിഞ്ഞത്തുണ്ടാകാൻ പോകുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് സഞ്ചരിച്ചവരും അന്ന് നിശ്ചയദാർഢ്യത്തോട് പ്രവർത്തിച്ചവരെയും തള്ളിക്കളഞ്ഞുകൊണ്ടോ അതിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കാമെന്ന് വാഗ്ദാനം നൽകിയ മത്സ്യത്തൊഴിലാളി വിഭാഗത്തെ, തീരദേശവാസികളെ അടക്കം മാറ്റി നിർത്തിക്കൊണ്ടോ ആകരുത് പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൻ്റെ അനന്ത സാധ്യതകൾ കണ്ടുകൊണ്ട് തന്നെയാണ് അദാനി ഗ്രൂപ്പ് 2ാം ഘട്ട നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വീണ്ടും നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും പാഴാകുന്നില്ല. വിഴിഞ്ഞം പദ്ധതി എന്ന് പറയപ്പെടുന്നത് കേരളത്തിന് തന്നെ അഭിമാനം മാത്രമല്ല, ഒപ്പം തന്നെ വികസനോന്മുഖമായിട്ടുള്ള വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഇത് ഒരു പുതിയ തുടക്കമാവുകയും ചെയ്യുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു പുതിയ തുടക്കത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ പഴയ കാലത്ത് ഇതിനോടൊപ്പം ചേർന്ന് നിന്നവർ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ സർ CP രാമസ്വാമി അടക്കമുള്ളവരുടെ ഒരു ഇടപെടൽ ഇതിനകത്തുണ്ട്. ഒരു കാഴ്ചപ്പാട്, ഒരു വിഷൻ ഉണ്ടായിരുന്നു. ആ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞ് വീണ്ടും അത് 2024 എത്തപ്പെടുമ്പോൾ ഇതിനെ എതിർത്തവർ തന്നെ അതിനെ ഉദ്ഘാടകരായി എത്തുന്നു എന്നുള്ള വിരോധാഭാസം കൂടി നമ്മൾ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. പല പദ്ധതികളെയും ഇങ്ങനെ തന്നെയാണ് എതിർത്തിട്ടുള്ളത്. അത് വിദ്യാഭ്യാസ രംഗത്തെ +2 എന്ന് പറയപ്പെടുന്ന സംവിധാനമാണെങ്കിലും, പ്രീ ഡിഗ്രി ബോർഡാണെങ്കിലും, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതികളാണെങ്കിലും എന്ന് വേണ്ട ഏതു പദ്ധതിയെയും തുരങ്കം വയ്ക്കുന്നതിനുള്ള ശ്രമം നടത്തിയിട്ടുള്ള ഒരേ ഒരു പാർട്ടി അത് CPM തന്നെയാണ്. എന്നിട്ട് ഇവയെല്ലാം വീണ്ടും അംഗീകരിക്കുകയും ചെയ്യും അവരുടെ അധികാര സംവിധാനത്തിൽ, അവരുടെ സർക്കാരുകളുടെ കാലഘട്ടത്തിൽ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ വികസനത്തെ മുരടിപ്പിക്കുന്നത്? ഈ വികസനത്തെ ഇത്ര കാലത്തോളം മുരടിപ്പിച്ചു കഴിഞ്ഞത് ഈ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം തന്നെയാണ്. അതിന് നേതൃത്വം നൽകിയത് ഈ പിണറായി വിജയൻ തന്നെയാണ്. ഇന്ന് ഉദ്ഘാടകനായി തിരുവനന്തപുരത്തിൻ്റെ വിഴിഞ്ഞമെന്ന് പറയപ്പെടുന്ന ആ തീരത്ത് വിരിഞ്ഞ മാറുമായി ഈ പിണറായി വിജയൻ നിൽക്കുമ്പോൾ നാണമില്ലല്ലോ ഹേ എന്ന് ചോദിക്കേണ്ടി വരുന്നു.